എല്ലാവർക്കും നമസ്കാരം. ഞാൻ വരുൺ. വീൽസ് ആൻഡ് സ്പിൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും വലിയൊരു നന്ദി ഞാൻ പറയുന്നു. കാരണം നമ്മുടെ വീഡിയോസൊക്കെ മെല്ലെ റീച്ച് ആവുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുമല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വണ്ടി 2024 സ്വിഫ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സ്വിഫ്റ്റ്. കാണാൻ അടിപൊളി ലുക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഹെഡ് ലാമ്പ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടില്ലേ, ഭയങ്കര ഷാർപ്പായിട്ടാണ് ഇത് കൊടുത്തത്. കാണുന്ന സമയത്ത് പെട്ടെന്നൊരു നമ്മുടെ ഒരു ജാഗുവർ എഫ് ടൈപ്പിനൊക്കെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഹെഡ്ലൈറ്റാണ് ഇത് വന്നിട്ടുള്ളത്. അകത്തൊരു പ്രൊജക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു DRL ഇവിടെ കാണാം, ഇൻഡിക്കേറ്റർ ഇവിടെ അകത്ത് കാണാൻ പറ്റും, തൊട്ട് താഴെയായിട്ട് ഫോഗ് ലാമ്പ് കാണാം, വലിയൊരു ഗ്രില്ല് കാണാം. സാധാരണ ഇങ്ങനെയുള്ളൊരു ഗ്രില്ലൊക്കെ ആൾക്കാർ സ്വിഫ്റ്റ് എടുത്തിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ഗ്രില്ലൊക്കെ കയറ്റുന്ന കാണാം. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടുവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സുസുക്കി തന്നെ ഒരു അടിപൊളി ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രില്ലിൻ്റെ മുകളിലായിട്ടാണ് ലോഗോ വരുന്നത്. അത്യാവശ്യം നല്ല കേവി ആയിട്ടുള്ള വലിയൊരു ബോണറ്റ് നിങ്ങൾക്ക് കാണാം. ഇവിടെ കാണുന്നില്ലേ, ഭയങ്കര കേവി ആയിട്ട് ഭയങ്കര ഒരു ഷോൾഡർ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ളൊരു ബോണറ്റാണ് കിട്ടിയിട്ടുള്ളത്. സൈഡിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 15 ഇഞ്ചിൻ്റെ ഒരു അലോയ് വീല് കാണാം. നല്ല രസമുള്ളൊരു അലോയ് വീലാണ്. ആ ഒരു മുകളിൽ ഇവിടെ ഈ ബോണറ്റിൽ തുടങ്ങിയിട്ടുള്ള ആ ലൈൻസ് ബാക്കിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോകുന്ന കാണാം. സൈഡിലൊരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുള്ള ഒരു മിറർ കാണാം. അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. സൈഡിലോട്ട് വരുമ്പം പഴയ സ്വിഫ്റ്റിൽ നിന്ന് വലിയൊരു മാറ്റമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു തുടക്കമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ മുകളിലൊക്കെ ഒരു പിയാനോ ബ്ലാക്കിലെ ഫിനിഷാണ് കൊടുത്തത്. ഡുവൽ ടോൺ ആണ് ഈ കളർ വന്നിട്ടുള്ളത്. ഇവിടെ ഡോർ ഹാൻഡിൽ കാണാം, ബോഡി കളേർഡാണ്, റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് വരുമ്പോൾ വലിയൊരു മാറ്റം എന്ന് പറയാൻ വേണ്ടിയിട്ട് മുന്നേ ഡോർ ഹാൻഡിൽ എവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, അത് തിരിച്ച് താഴോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കാറിൽ കയറുന്ന സമയത്ത് തപ്പേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. ബാക്കി ഓവറോൾ സൈഡ് കാണുന്ന സമയത്ത് പഴയ ആ ഒരു സ്വിഫ്റ്റിൻ്റെ സ്റ്റൈൽ തന്നെയാണ്. ബാക്കിലോട്ട് വരുമ്പം വീണ്ടും മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഈ ഒരു ആംഗിളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു മാറ്റം ഫീൽ ചെയ്യും. ഈ ഒരു ബ്രേക്ക് ലൈറ്റാണ് വലിയൊരു മാറ്റം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം കുറച്ച് പൊടി പിടിച്ച് കിടക്കുന്ന വണ്ടി. നിങ്ങൾക്ക് അകത്ത് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, ഒരു LED ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു DRL പോലെ കത്തുന്നൊരു പീസാണ്. അതിൽ തന്നെയാണ് നമ്മുടെ ബ്രേക്ക് ലൈറ്റും കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. സ്മോക്ക് ഡോട്ട് ആയിട്ടുള്ളൊരു ബ്രേക്ക് ടെയിൽ യൂണിറ്റാണ് ഈ കാറിന് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു ക്ലിയർ ഫിനിഷൊക്കെ കാണാം. ഭയങ്കര രസമായിട്ടുണ്ട് ബാക്ക് കാണാൻ വേണ്ടിയിട്ട്. സാധാരണ സ്വിഫ്റ്റൊക്കെ എടുത്തിട്ട് ആൾക്കാർ ഇങ്ങനെ ഒരു ടെയിൽ യൂണിറ്റൊക്കെ സ്മോക്ക് ഔട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ സ്വിഫ്റ്റ് കമ്പനി തന്നെ സ്വിഫ്റ്റ് ഇങ്ങനെ ഇറക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓവറോൾ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പോർട്ടി ആ ലുക്ക് എവിടെയും നഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഒരു രസമായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ആഫ്റ്റർ മാർക്കറ്റ് ഒരുപാട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കാറ് നമ്മൾ ഷോറൂമിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബൂട്ട് വരുന്നത്. ഏകദേശം 265 ലിറ്ററാണ് ബൂട്ട് വരുന്നത്. കുറച്ച് ഡീപ്പാണ്, സാധനങ്ങളൊക്കെ കുറച്ച് പണിയാവും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കുറച്ച് ഹെവിയാണ്, അടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വിഫ്റ്റിൻ്റെ ഒരു ലോഗോ കാണാം, സുസുക്കിയുടെ ബാഡ്ജ് കാണാം. ഇവിടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വൈപ്പറാണ്. ഇവിടെ ഒരു വാഷറും കൊടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ് മൗണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഒന്നും കൂടെ ഒരു വാക്ക് റൗണ്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പോരെ സ്പോർട്ടിയാണ് ഈ കാർ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനാണ്. ഇടുമല്ലേ പക്ക. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ജാഗ്വറിൻ്റെ F ടൈപ്പിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത്ര അടിപൊളിയായിട്ട് ഇതിൻ്റെ ഒരു ഫിനിഷും കാര്യങ്ങളും ആ ഒരു ബോഡി സ്റ്റൈലിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ കീ. നമ്മുടെ സാധാരണ ടിപ്പിക്കൽ എല്ലാ മാരുതി സുസുക്കിയിലും കിട്ടുന്ന അതേ കീ തന്നെയാണ്. നമ്മുടെ ജിമിനിയിലടക്കം ഈ സെയിം കീ തന്നെയാണ് കിട്ടിയത്. ഈ കാറിന് കീലെസ് എൻട്രി ഉണ്ട്. ഇവിടെ റിക്വസ്റ്റ് സെൻസർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഡോർ പാഡ്സ് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡോർ പാഡാണ്. കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ഫിനിഷ് ആണെങ്കിലും ഈ ടെക്സ്ചറൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കാണാം. ഇവിടെ നല്ലൊരു ക്രോമിയം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ടിപ്പിക്കൽ സ്വിഫ്റ്റിൽ കാണുന്ന അതേ ഒരു സ്വിച്ചസാണ്. ഇവിടെ ഒരു ഫാബ്രിക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയയ്ക്ക് ഫാബ്രിക്കാണ്. ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ബോട്ടിലൊക്കെ നന്നായിട്ട് കൊള്ളും. ഇതാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഏരിയ. ഇതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്.
സീറ്റ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടി നല്ല രസമുള്ള സീറ്റ്സാണ്. നല്ല സൈഡിലൊക്കെ നല്ല സപ്പോർട്ടുള്ള നല്ലൊരു ബക്കറ്റ് സീറ്റ് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റാണ്. ഇതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് കാറിൻ്റെ അകത്തോട്ടൊന്ന് കയറാം. അപ്പോൾ ഇങ്ങനെയാണ് കാറിൻ്റെ അകം കാണാൻ വേണ്ടിയിട്ട്. ഡോർ അടഞ്ഞിട്ടില്ല, അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അവിടെ. യെസ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നല്ല സൗണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പുഷ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കാണാം, ട്രാക്ഷൻ്റെ സ്വിച്ച്, ഇത് നമ്മുടെ ഓട്ടോ കട്ട് ഓഫ് എഞ്ചിൻ്റെ സ്വിച്ചാണ്. ലൈറ്റിൻ്റെ ലെവലിൻ്റെ സ്വിച്ചസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എ സിയുടെ വെൻറ്റ് കാണാം, സൗണ്ട് വന്നു. ഓക്കെ, നിങ്ങൾ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ടിപ്പിക്കൽ എല്ലാ മാരുതി സുസുക്കിയുടെ വണ്ടിയിൽ കിട്ടുന്ന സെയിം ഇൻഫർടൈൻമെൻ്റ് ആണ് വന്നത്. അതിലോട്ട് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഒരു ട്യൂട്ടർ സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു ഫിനിഷൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മുടെ ടാക്കോമീറ്റർ, ഇത് നമ്മുടെ സ്പീഡോമീറ്റർ. ഇവിടെ ഒരു TFT സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. അത് നമ്മുടെ കിലോമീറ്റർ, റേഞ്ച്, അതുപോലെ ഡ്രൈവ് ടൈം, ഐഡിൽ സ്റ്റോപ്പ് ടൈം, അതുപോലെ നമ്മുടെ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്, മോഷൻ ഫ്രണ്ട് ഇയർനെസ് കൊടുത്തിട്ടുണ്ട്, ടോർക്കിൻ്റെയും പവറിൻ്റെയും ഒരു മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആക്സിലറേഷൻ, ബ്രേക്ക്, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ അവിടെ കാണാം, കിലോമീറ്റർ റേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ എത്ര ആൾക്കാർ വെൽറ്റിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ഇൻഫർമേഷൻസ് അതിൽ കിട്ടും. ഈവൻ നമ്മൾ ടേൺ ബൈ ടേൺ നാവിഗേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ നീഡിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല സ്പോട്ടി ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഫ്യൂവലിൻ്റെ ഗേജ് കാണാം. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്പോട്ടി ആയിട്ടുള്ളൊരു കാറിനകത്ത് ഇരിക്കുന്ന ഫീൽ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടിപ്പിക്കൽ സുസുക്കിയുടെ സ്റ്റിയറിംഗ് ആണ്. പക്ഷേ ഇത് ഫ്ലാറ്റ് ബോട്ടമാണ്. ഇവിടെയൊക്കെ പിയാനോ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റിൻ്റെ കൺട്രോൾ സ്വിച്ചസ്, ഇത് മ്യൂട്ട് ചെയ്യാനുള്ള സ്വിച്ച്, ഹോൺ, അതുപോലെ ഇത് നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് ആണ്. ഇതൊക്കെ ഡമ്മി സ്വിച്ചസ് ആണ്. ഇതാണ് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ. അപ്പോൾ വണ്ടിയിൽ ഫ്യൂവൽ കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ കത്തി വെക്കുന്നത്. നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ടിപ്പിക്കൽ എല്ലാ മാരുതി സുസുക്കിയുടെ പുതിയ വണ്ടിയിലൊക്കെ, നമ്മുടെ പ്രത്യേകിച്ച് നെക്സയുടെ വണ്ടിയിലൊക്കെ വരുന്ന അതേ ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് 9 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ്. പക്ഷേ ഇതിൽ കുറച്ചൊരു ഒക്കോർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഈ ഒരു ബെസലിൻ്റെ സൈസാണ്. ഭയങ്കര കൂടിപ്പോയി ബെസലിൻ്റെ സൈസൊന്നും തോന്നിപ്പോയി. പക്ഷേ ഓവറോൾ രസമുണ്ട് കേട്ടോ, കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. അത് അങ്ങനെ വൃത്തികേടായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് പറയുന്നു, ആ ഒരു അതിന് കണക്കായിട്ടുള്ളൊരു ഷേപ്പ് കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായി. താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ AC യുടെ വെൻറ്റ് കാണാം, ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കാണാം, ഇവിടെ AC യുടെ കൺട്രോൾ സ്വിച്ചസ് കാണാം. ഇതൊക്കെ നമ്മുടെ ബലീനോന്ന് അങ്ങനെ എടുത്തിട്ട് ഇതിലോട്ട് വെച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അതിൽ നിന്ന് ബോർ ചെയ്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു ഷേപ്പൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സൈഡിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്ചറൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ ഈ ഒരു ഫിനിഷൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ പഴയ ഒരു സ്വിഫ്റ്റ് നിന്ന് നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ബലീനൊക്കെ ഓൾറെഡി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പുതുമ തോന്നില്ല. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം സാധനങ്ങൾ വെക്കാം. ഇതൊരു AGS, അതായത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഷിഫ്റ്റിൻ്റെ കാര്യങ്ങളിലെ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വയർലെസ് ചാർജറിൻ്റെ ഒരു സ്ഥലമാണ്. ഇവിടെ നിങ്ങൾ ഫോൺ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ചാർജ് ആവും. ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വല്ല പെൻഡ്രൈവും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിലോട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് 12 വോൾട്ട് ചാർജിങ് പോയിൻ്റായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, സുഖമായിട്ട് 2 കപ്പ് അവിടെ വെക്കാം, ചായയുടെ കപ്പൊക്കെ വെക്കാം, അതുപോലെ വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ വെക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ കാണാം. ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ ലിവർ. ഇവിടെ ആംറസ്റ്റ് ഒന്നും കൊടുത്തില്ല. അത് സുസുക്കി കുറച്ചും കൂടെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലോങ് യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ആംറസ്റ്റ് വേണം. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ജിംനിയിലൊക്കെ ആംറസ്റ്റ് അഡീഷണലായിട്ട് വെക്കിയത്. നമ്മുടെ ബാക്കിയുള്ള ബലീനോ പോലുള്ള മോഡലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആംറസ്റ്റ് കിട്ടും. ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു C-ടൈപ്പ് ചാർജിങ് പോർട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഒരു USB പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ കാണാൻ വേണ്ടിയിട്ട് ഒരു ബലീനയുടെ ഉള്ളിൽ കയറിയതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ രസമുണ്ട്. ഈ ഒരു ക്ലസ്റ്ററൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മിറർ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഓട്ടോ ഡിമ്മിങ്ങും പരിപാടിയൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ സാധാരണ ജിംനിയിലൊക്കെ കണ്ടതുപോലെ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ലൈറ്റ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൺവൈസർ, ഇവിടെ മിറർ വന്നിട്ടില്ല, ഇവിടെ മിറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഉള്ളിലിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് കാറിൻ്റെ ബാക്കിലോട്ട് കയറാം. അപ്പോൾ അത്യാവശ്യം നല്ല എളുപ്പത്തിൽ തന്നെ എനിക്ക് ബാക്കിലോട്ട് കയറാൻ പറ്റി. അപ്പോൾ ഞാൻ എൻ്റെ ഹൈറ്റിനനുസരിച്ച്, ഞാൻ ഏകദേശം 5'10" ആണ്, എൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് മുമ്പിലത്തെ സീറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല സപ്പോർട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് നമ്മുടെ കാറിന് കിട്ടിയിട്ടുള്ളത്. ഹെഡ് റൂം, നല്ല ഹെഡ് റൂമുണ്ട്.
510 ആണ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ബാക്കിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മുന്നിൽ കാണിച്ചിട്ട് അതേ ഒരു പോർട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബാക്കിലുള്ള ആൾക്കാർക്കും ഫോൺ ചാർജ് ചെയ്യാനൊക്കെ പറ്റും. സെൻട്രൽ ടണലൊന്നും അത്ര വലിയതൊന്നുമല്ല, അതുകൊണ്ട് തന്നെ 3 പേർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ഇവിടെ ഹെഡ് റെസ്റ്റ് വന്നിട്ടില്ല, ആംറസ്റ്റും വന്നിട്ടില്ല. ഈ സീറ്റിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ ടോപ്പ് മോഡലിലാണ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് റോ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാം, കയറാനും ഇറങ്ങാനൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കാം. വാ. അപ്പോൾ വിട്ടൊരു കാര്യമുണ്ട്, ഇതിൻ്റെ പുതിയ എൻജിൻ. അപ്പോൾ ഇതാണ് പുതിയ എൻജിൻ റൂം. ഇതാണ് ഇതിൻ്റെ പുതിയ 3 സിലിണ്ടർ എൻജിൻ. അപ്പോൾ പഴയ വണ്ടിയിൽ നിന്ന് ഏകദേശം 8 BHP ആണ് ഈ കാറിൽ കുറവ് വന്നിട്ടുള്ളത്. അതായത് മുമ്പത്തെ വണ്ടി 90 BHP ആയിരുന്നു, ഇപ്പോൾ ഇത് 82 BHP ആണ്. അതുപോലെ 1.5 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഏകദേശം 111 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് ഈ കാറിൽ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന സമയത്ത് അത്യാവശ്യം ചെറിയൊരു വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കാർ ഓടിക്കുന്ന സമയത്ത് ഈ ഒരു വൈബ്രേഷൻ അകത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് അങ്ങോട്ട് ചേക്കാം അല്ലേ. നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ച് ഇടുങ്ങിയ റോഡിൽ കൂടിയാണ് പോകുന്നത്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാറിൻ്റെ ഡയമെൻഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ വണ്ടിയിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. കാറിൻ്റെ നീളവും വീൽ ബേസൊക്കെ സെയിം തന്നെയാണ്. 15 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് നമ്മളെ കാറിന് വന്നിട്ടുള്ളത്. കാറിൻ്റെ സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 എയർ ബാഗ് ഇപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിൽ സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ പോലെയുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പത്തെ ആ ഒരു ഹെർടെക് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇപ്പോഴും കാറ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലത്തെ ജനറേഷൻ സ്വിഫ്റ്റ് ഒരു ഗ്ലോബൽ എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റ് നടത്തിയ സമയത്ത് വെറും സ്റ്റാർ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമ്മുടെ പുതിയ ജനറേഷനിലെ സ്വിഫ്റ്റ് ജപ്പാനിൽ ഒരു ക്രാഷ് ടെസ്റ്റ് നടത്തിയ സമയത്ത് ഏകദേശം 4 സ്റ്റാർ വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജപ്പാനിൽ കൊടുക്കുന്ന സെയിം ബിൽഡ് ക്വാളിറ്റിയിലെ കാറാണോ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ് സൈഡിലേക്ക് ആയിട്ടുണ്ട്. പക്ഷേ മാരുതി ഇതിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടായിരിക്കാം ഭയങ്കര റിഫൈൻഡ് ആയിട്ട് ഭയങ്കര രസമായിട്ടുണ്ട് ഇത് ഓടിക്കുന്ന സമയത്ത്. നമ്മുടെ കോർണറൊക്കെ പെട്ടെന്ന് ഒരു വളവൊക്കെ വെട്ടിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ പുതിയ സസ്പെൻഷനിൽ. അപ്പോൾ നമ്മുടെ കാറിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന 4 സിലിണ്ടർ കട്ട് ഡൗൺ ചെയ്തിപ്പോൾ ഒരു 3 സിലിണ്ടർ 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിനാണ് ഈ കാറിന് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കട്ട് ഡൗൺ ചെയ്തത് കൊണ്ട് തന്നെ വെയിറ്റൊക്കെ കുറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞിട്ടില്ല, വെയിറ്റ് കൂടി ചെയ്തിട്ടുള്ളൂ. ഏകദേശം 20 കിലോയോളം വണ്ടിയുടെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ബോണറ്റ് തുറന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിനിൽ കണ്ട ആ ഒരു വൈബ്രേഷൻ ഒന്നും നമ്മുടെ വണ്ടിയുടെ അകത്തോട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ ഒരു സിലിണ്ടർ കട്ട് ഡൗൺ ചെയ്തുകൊണ്ട് വണ്ടിയുടെ റിഫൈൻമെൻറ്റ് അങ്ങനെ മോശമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ലോ എൻഡിലൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എവിടേക്കോ ഒരു മിഡ് ഇല്ലെങ്കിൽ ഹൈ റെവ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ റിഫൈൻമെൻറ്റ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓവറോൾ നല്ലൊരു എൻജിൻ തന്നെയാണ് നമ്മൾ ഈ ഒരു പുതിയ Z സീരീസ് എൻജിൻ. ഞാനിപ്പോൾ ഓടിക്കുന്നത് ഒരു AMT വേർഷനാണ്. ഇപ്പം മാരുതി പറയുന്നത് AGS എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്, ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് എന്നുള്ളൊരു സംഭവമാണ് മാരുതി പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ഒരു എന്താണെന്ന് പറയുക ഭയങ്കര ലാഗ് അടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഓട്ടോമാറ്റിക് ഗിയറാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്രൈവ് ഫീൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ മാനുവലി നിങ്ങൾ ഈ കാറിൽ ഓടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ മാനുവൽ ചെറിയ രീതിയിലൊന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം മാനുവൽ ഗിയർ നല്ല രസമാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരു എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും മാനുവലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്ക് മാനുവൽ ഡ്രൈവിലോട്ട് ഇട്ടിട്ട് ഓടിക്കാം, ബട്ട് സ്റ്റിൽ ആ ഒരു മാനുവലിൻ്റെ ഫീല് നമുക്ക് ഈ കാർ ഈ ഒരു ഗിയർ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. പക്ഷേ ഇത് ആറ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിനൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഒരു കാറ്, അതായത് ഈ കാർ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഡെയിലി കമ്മ്യൂണിറ്റി സിറ്റിയുടെ ഉള്ളിലൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു AMT കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു എഞ്ചിൻ വന്നതോടുകൂടി മാരുതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10 തൊട്ട് 12% നമ്മുടെ കാർബൺ മോണോക്സൈഡ് എമിഷൻ ഈ വണ്ടിയിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, നമ്മുടെ പുതിയ സ്വിഫ്റ്റിൻ്റെ സ്പെക് ഷീറ്റിൽ ഏകദേശം 1.5 ന്യൂട്ടൺ മീറ്റർ ടോർക്കും 8 BHP പവറും കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 4 സിലിണ്ടറിൽ നിന്ന് 3 സിലിണ്ടറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ പവറിന് എന്തെങ്കിലും ഡ്രോപ്പ് വന്നിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് വണ്ടിയുടെ പവറിന് യാതൊരു തരത്തിലുള്ള ഡ്രോപ്പും ഫീൽ ചെയ്തില്ല. ഏകദേശം പഴയ ആ ഒരു വണ്ടി ഓടിക്കുന്ന ഫീൽ തന്നെയാണ് എനിക്ക് ഇപ്പോഴും കിട്ടുന്നത്. നല്ല ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു എഞ്ചിന് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു പെർഫോമൻസ് കൂടുതലും കിട്ടുന്നത് ലോ എൻഡിലാണ്. ലോ എൻഡിൽ ഇത് ഭയങ്കര പെപ്പിയാണ്, ഭയങ്കര സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ടോപ്പ് എൻഡിലേക്ക് പോകുന്ന സമയത്ത്, അതായത് 120 ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് അത് ഡൈല്യൂട്ടായി വരുന്നതായിട്ട് ഫീൽ ചെയ്യാം. അതായത് ഒരു 120 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വലിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാല് കൊടുക്കാം.
അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് ഈ കാറിന് കിട്ടുന്നുണ്ട്. 0 to 100 ഒക്കെ 13.5 സെക്കൻഡ്സ് കൊണ്ടാണ് എത്തുന്നത്. അപ്പോൾ അത് ഏകദേശം പഴയ ആ ഒരു സ്വിഫ്റ്റിൻ്റെ അതേ പെർഫോമൻസ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലവർക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ്, ഇതും ബലീനോവും കമ്പയർ ചെയ്യുന്ന സമയത്ത് ബലീനോ ഇതിനെ കടത്തി വിട്ടുന്നു. തീർച്ചയായിട്ടും ഞാൻ ബലീനോ ഇതിനെ കടത്തി വിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാരുതിയുടെ ഫീച്ചർ കൊടുക്കുന്ന കാര്യങ്ങളിൽ ഞാനും തീരെ ഹാപ്പിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനും മാരുതിയുടെ നെക്സയിൽ നിന്നുള്ള ഏകദേശം ഒരു ഓൺ റോഡ് 17.5 lakhs വരുന്ന ഒരു കാർ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞാൻ ചുമ്മാ പൈസ പറഞ്ഞിട്ട് പൊങ്ങച്ചടിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ കാറിൽ, ആ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്ന കാറിൽ പോലും എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ആംബ്രസ്റ്റോ ഇല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസോ ഈവൻ എനിക്ക് ചായ കുടിച്ചാൽ വെക്കാനുള്ള ഒരു കപ്പ് ഹോൾഡർ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് മാരുതിയുടെ ഫീച്ചർ കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. വളരെ മോശമാണ്. ഇതേ സമയം നമ്മൾ 3XO പോലുള്ള കാറായിക്കോട്ടെ, നമ്മുടെ ഹുണ്ടായി ആയിക്കോട്ടെ, കിയ ആയിക്കോട്ടെ, അവരൊക്കെ കൊടുക്കുന്ന ഫീച്ചേഴ്സാണ് ഞെട്ടിപ്പോവും. അപ്പോൾ മാരുതി അത്തരം കാര്യങ്ങളൊക്കെ നന്നാക്കിയാലേ മുന്നോട്ട് ആൾക്കാർ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നല്ല രീതിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാറിൻ്റെ ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിൽ ഡ്രമ്മാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് നമുക്ക് കാറിന് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്ക് R15 കാര്യം പറയുന്ന പോലെ പെർഫോമൻസ് പ്ലസ് മൈലേജ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ കാര്യത്തിലും. സ്വിഫ്റ്റ് അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ ഏകദേശം 25 കിലോമീറ്റർ നിങ്ങൾക്ക് AMTയിലും 24 കിലോമീറ്ററോളം മാനുവൽ ട്രാൻസ്മിഷനിലും കിട്ടുന്നതാണ് കമ്പനി പറയുന്നത്. എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 20 കിലോമീറ്ററൊക്കെ എന്തായാലും കിട്ടും. ചവിട്ടി പിടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 18 കിലോമീറ്ററൊക്കെ എന്തായാലും കിട്ടണം. അപ്പോൾ അത് നല്ലൊരു മൈലേജ് ഫിഗേഴ്സ് തന്നെയാണ് ഈ ഒരു പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ആ ഒരു പവറോ ആ ഒരു ഡ്രൈവ് ഫീലൊന്നും എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വിഫ്റ്റ് ഫാൻസ് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ആരെങ്കിലും സ്വിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ടൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സ്വിഫ്റ്റ്. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കലും ആ ഒരു പഴയ ഗ്രണ്ടോ ഫീലൊന്നും നമുക്ക് കാറിന് നഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു 8 bhp കുറഞ്ഞിട്ടും 1.5 Nm ടോർക്ക് കുറഞ്ഞിട്ടും സ്വിഫ്റ്റിനെ അതൊന്നും ബാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ ഒരു നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ കാറിന് കിട്ടുന്നുണ്ട്. അപ്പോൾ സുസുക്കി നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഫാൻസിനെ നിരാശപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും സ്വിഫ്റ്റ് വാങ്ങാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും പിന്നോട്ടാവേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും പോയിട്ടൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് നമ്മുടെ എലങ്കയിലുള്ള മണ്ടോവി മോട്ടോഴ്സ് ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, മണ്ടോവി മോട്ടോഴ്സിന്. പവൻ. Hi, this is Pawan. I'm a relationship manager in Mondovi showroom, Elanka. Please contact me if there any purchasing plan is there for any Swift vehicles or any Maruti vehicles. Please contact me. Thank you. അപ്പോൾ പവനാണ് നമ്മളെ റിലേഷൻഷിപ്പ് മാനേജർ. അപ്പോൾ കാർ വാങ്ങാൻ ഇല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ട്, തീർച്ചയായിട്ടും പവനെ കോൺടാക്ട് ചെയ്യണം. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ആളാണ്. ഇപ്പോൾ ഇന്ന് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചു. താങ്ക് യു സോ മച്ച് പവൻ. യു ഹെൽപ്പ് മീ അലോ ഫോർ ടേക്കിംഗ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ഈവൻ പവൻ അവിടെയുള്ള മാനേജേഴ്സിൻ്റെ അടുക്കൊക്കെ സംസാരിച്ചിട്ട് തന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുപാട് സഹായിച്ചു. അപ്പോൾ ആർക്കെങ്കിലും ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പവനെ കോൺടാക്ട് ചെയ്യുക. പവൻ്റെ നമ്പർ ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ഊർജ്ജം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.